ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഇത് കേൾക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഈ നാട്ടിൽ ഞാൻ കുട്ടനാട്ടിൽ ഒരു 5 വർഷമായിട്ട് ഞാൻ NCPയിലായിരുന്നു. ഞാൻ ഇന്നലെ രാവിലെ വന്ന് ഒരു സ്ഥാനാർത്ഥിയായതോ ഒന്നുമല്ല. പിന്നെ ഈ പേയ്മെൻറ്റ് സീറ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആർക്ക് എവിടെ എപ്പോൾ കൊടുത്തു ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പറയുന്നവർക്കുണ്ട്. അവർ തെളിയിക്കണം, അവർ പറയണം ആർക്കാണ് എപ്പോഴാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് പറഞ്ഞതാരാണോ അവരോടെ ചോദിക്കേണ്ട നേതൃത്വങ്ങൾ ചോദിക്കും എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് മൊത്തം, കുട്ടനാട്ടിലെ രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് ജനങ്ങൾക്കെല്ലാം കഴിഞ്ഞ 20 വർഷത്തെ അവരുടെ പ്രയാസങ്ങൾക്ക് അവർ ഈ പ്രാവശ്യം മറുപടി കൊടുക്കുമെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. കാരണം അതിനൊരു മറുപടി ഈ പ്രാവശ്യം കൊടുക്കും. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 20 വർഷമായിട്ട് കുടിക്കാൻ വെള്ളമില്ലാത്ത, നടക്കാൻ വഴിയില്ലാത്ത, ഓടിച്ചെല്ലാൻ ഒരു ഹോസ്പിറ്റലില്ലാത്ത, ക്യാൻസർ രോഗികൾക്ക് ഒരു ചികിത്സാ സൗകര്യമില്ലാത്ത, ഒന്നുമില്ലാത്ത ഈ നാട്, അതിനെപ്പറ്റി പറയേണ്ട സമയമാണിപ്പം. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ ഉള്ള ആക്ഷേപങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് എന്നെക്കൂട്ട ഒരാൾ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാലങ്ങളായിട്ടറിയാം, എന്നെക്കൂട്ട ഒരാൾ പറയേണ്ട, അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഞാനിപ്പം ടീം UDFൻ്റെ കേരളത്തിൻ്റെ അടുത്ത ഭരണം തിരിച്ചു പിടിക്കുവാൻ എന്നെ എൻ്റെ പാർട്ടിയും UDFും ഏൽപ്പിച്ചേക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ അടുത്ത 20 ദിവസം രാവും പകലും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാവരും UDF ഇവിടുത്തെ നിങ്ങൾക്ക് കാണാം, ഇതിനകത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാം മനുഷ്യരാണ്. ആർക്കെങ്കിലുമൊക്കെ ഇപ്പം ഞാനും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സീറ്റ് ആരാണ് സ്ഥാനാർത്ഥിയെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂടെ നിൽക്കുന്നവരുമൊക്കെ പറയും ഞങ്ങൾക്ക് വേണം. കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ അവർക്ക് വേണം. കാരണം അത് എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു തീരുമാനം UDFൻ്റെ വന്നു. ആ തീരുമാനം അനുസരിച്ച് ശക്തമായിട്ട് മുമ്പോട്ട് പോകും. വിജയം മാത്രമാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഇനിയും അടുത്ത 23 ദിവസം കുട്ടനാടിൻ്റെ, നിങ്ങൾ എല്ലാം എൻ്റെ കൂടെ വരണം. നിങ്ങളാരും പോവാത്ത സ്ഥലങ്ങൾ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. കുട്ടനാടിൻ്റെ അകത്തളങ്ങൾ നിങ്ങളെല്ലാവരും കാണണം. ഞാനൊരു രാഷ്ട്രീയവും, കാരണം രാഷ്ട്രീയത്തിലുപരി ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു. ആ മാറ്റത്തിന് വേണ്ടി നിങ്ങളും മാധ്യമപ്രവർത്തകരും എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം ഇപ്പോൾ എനിക്ക് പറയാനുണ്ട്. ഇല്ല, കാരണം ഇത് ആരെങ്കിലും പറയുവാണെങ്കിൽ UDFൻ്റെ അല്ല അത് തീരുമാനം. അതൊരു വ്യക്തിപരമായ ഏതെങ്കിലുമൊക്കെ വ്യക്തികളാണ്. നമുക്കറിയാം, നമ്മൾക്ക് ഇന്നലെ വരെ, കാരണം ആരാണ് സ്ഥാനാർത്ഥികളെന്ന് നമ്മുടെ UDF തീരുമാനിക്കുന്നതിന് മുമ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ പാർട്ടിക്കാർ പറയും, മറ്റുള്ളവർ പറയും, എല്ലായിടത്തും ഉണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ NCPക്കെതിരെ അവർ 2 പേര് തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാവർക്കും സംസാരിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ UDF അല്ലെ കോൺഗ്രസ് അല്ലെ ഒരു നേതൃത്വം അവരാരും പറഞ്ഞിട്ടില്ല, അവരാരും ഇതിനെ അംഗീകരിക്കത്തില്ല, ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല. ആ ഒരു കാര്യത്തിന് പറയുന്നവർ തെളിവുകൾ നിരത്തണം. അതാണ് അവരുടെ ഉത്തരവാദിത്വം. അതാണ്. കുട്ടനാട്ടിലെ 13 പഞ്ചായത്തിലും ഞാൻ പോവാത്ത സ്ഥലങ്ങൾ കുറവാണ്. എന്നെ അറിയാൻ വയ്യാത്തവരും കുറവാണ്. എല്ലാ ജനങ്ങളെയും എല്ലാ കഷ്ടപ്പാടിലും എല്ലായിടത്തും കയറി ഇറങ്ങി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എനിക്ക് 100% വിശ്വാസമുണ്ട്, റജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി ആർക്കെങ്കിലും, കാരണം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ചാരിറ്റി ത്രൂ, എൻ്റെ മുഖേന എൻ്റെ കൂടെ നടക്കുന്നവരും ഞാനും അവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നിന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. കുട്ടനാട്ടിലെ രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും എന്നെപ്പറ്റി അറിയാം. അതുകൊണ്ട് ഇതൊന്നും ഒരു ജനവും ഏറ്റെടുക്കത്തില്ല, അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് പല ആൾക്കാരും വ്യക്തിപരമായിട്ട് പറയും തോമസ് ചാണ്ടിയും വന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് റജി ചെറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടനാടിൻ്റെ മാറ്റത്തിന് വേണ്ടി മാത്രമായിരിക്കും. ആ മാറ്റം ഞാൻ എല്ലാവരുടെയും ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഒരു പ്രാവശ്യം ഒരു MLA നമ്മൾ ജയിപ്പിച്ചു,
കുട്ടനാടിൽ. അയാൾ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യും നമ്മൾ വിചാരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തില്ല. 3ഉം 4ഉമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ ജനപ്രതിനിധിയാവാൻ വന്നേക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്താണ് കുട്ടനാട്? ഈ കുട്ടനാടിനെ നമുക്ക് മാറ്റണം. ഈ കുട്ടനാടിൻ്റെ മാറ്റമാണ് ഈ പ്രാവശ്യം ആവശ്യം. അതിനുവേണ്ടി ഞങ്ങൾ ടീം UDF ആയിട്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കും.